ഈ റോമാലേഖനം 7-ാം അധ്യായം പൗലോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയല്ല. പൗലോസ് ഇപ്പൊ അങ്ങനെ കരയത്തില്ല. ഈ 6-ാം അധ്യായത്തിൽ സ്നാനത്തിൽ 6-ന്റെ അവസാനം പറഞ്ഞതിൽ ഒരു മനോഹരമായിരിക്കുന്ന വചനമുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ ഈ 6-ാം അധ്യായത്തിൽ നമ്മുടെ സ്നാനമേറ്റ രക്ഷ ഉറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് 8-ാം അധ്യായം 1-ാം വാക്യമാണ് സാറ് തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ പൗലോസ് ഇവിടെ 7-ാം അധ്യായത്തിൽ പറഞ്ഞത് ന്യായപ്രമാണത്തിലായിരുന്ന ഒരു മനുഷ്യന്റെ, അതിൽ രക്ഷയിലേക്ക് വരാത്ത ഒരു മനുഷ്യന്റെ സ്വഭാവം ഇവിടെ പറയുന്നത്. അപ്പം പൗലോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയല്ല, ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഷ്ടത്തെ പറ്റി ഇത് പറയുന്നത്. എന്താണ് പറയുന്നത്? എത്രാമത്തെ വാക്യത്താണ്? 18. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അപ്പോഴെന്താണ്? ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന ഒരു മനുഷ്യന് ഇപ്പം വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം, ഈ നിയമങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ എനിക്കിതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കഴിയത്തില്ല. കാരണം എന്താണ്? മുമ്പ് പറഞ്ഞത് ദൈവത്തിന്റെ സ്നേഹം എന്നിൽ വന്നിട്ടില്ല, പരിശുദ്ധാത്മാവിനില്ല. ഞാൻ ഇപ്പോഴും ആദമിന്റെ പാപത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ പുറമേ ഞാൻ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്റെ അകത്തുനിന്ന് മറ്റൊരു പ്രമാണം ഞാൻ കാണുന്നു. ഞാൻ സാറിനെ സ്നേഹിക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ, അല്ലെ ഇപ്പം എന്തുമല്ലേ, അപ്പൊ തന്നെ എന്റെ ഹൃദയത്തിൽ സാറിനോട് കയ്പുണ്ടാകുന്നു. പക്ഷെ കാരണം എന്നെ സ്നേഹിച്ച സ്നേഹം പരിശുദ്ധാത്മ വെളിച്ചം എന്നിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പുറമേ ആഗ്രഹമുണ്ടെങ്കിലും കഴിയത്തില്ല, ഇരുട്ടാണ് എന്നിൽ കൂടെ പ്രവർത്തിക്കുന്നത്. തിന്മ എത്ര ചെയ്യുന്നത് എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പൊ എന്താണ്? ഒരുത്തൻ കള്ളു കുടിക്കുന്നതിന്റെ കാര്യം എന്താണ്? അകത്തിരിക്കുന്ന പാപം. ഭാര്യയെ തല്ലുന്നതിന്റെ കാര്യം എന്താണ്? അകത്തിരിക്കുന്ന പാപമാണ്. ഭർത്താവിനെ ബഹുമാനിക്കാത്തതിന്റെ കാര്യം എന്താണ്? അകത്തിരിക്കുന്ന പാപമാണ്. മക്കളെ സ്നേഹിക്കാത്തതിന്റെ അല്ലെങ്കിൽ മക്കളെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തതിന്റെ കാര്യം എന്താണ്? അകത്തിരിക്കുന്ന. അപ്പൊ അകത്തിരിക്കുന്ന ശക്തിയാണ് നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിക്കുന്നത്. ആ തിന്മ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മ അകത്ത് വരണം. അപ്പൊ അകത്തെ തിന്മ മാറിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ വെളിച്ചം വരുമ്പോൾ മാത്രമേ ഇരുട്ട് പോകുള്ളൂ.